ഭാര്യയെയും മക്കളെയും ഏറെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു വയനാട് മാനന്തവാടിക്കാരനായ ജിൻസൺ. എന്നാൽ ഭാര്യ ലിഷയ്ക്കുണ്ടായ രോഗവും പിന്നാലെ ഉയർന്നു വന്ന കടബാധ്യതകളും ആ മനുഷ്യന് താങ്ങാനായില്ല. ഭാര്യയെ രോഗത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ, ജീവിതം കൈപ്പിടിയിൽ നിന്നും പോവുകയാണെന്ന് ഉറപ്പായപ്പോൾ, പക്ഷേ മക്കളുടെ ജീവനെടുക്കാനുള്ള കരുത്ത് ജിൻസണിന് ഉണ്ടായിരുന്നില്ല. പകരം താൻ ഇല്ലാതായാൽ താങ്ങാൻ കഴിയാത്ത ഭാര്യയുടെ ജീവനെടുത്ത് സ്വയം അവസാനിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ജിൻസൺ. അതിനായി ഏപ്രിൽ 14 വിഷുനാളിൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മക്കളെ പുറത്തുനിന്നും പൂട്ടിയിട്ട് ഭാര്യയെ ഷോളും കേബിളും കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ജിൻസൺ വിഷം കഴിക്കുകയും വീടിന് പിന്നിലെ മരത്തിൽ തൂങ്ങി മരിക്കുവാൻ കഴുത്തിൽ കുരുക്കിടുകയും, എന്നാൽ ആ കയർ പൊട്ടി താഴെ വീണ് നട്ടലിനും വാരിയലിനും ഇദ്ദേഹത്തിന് പരിക്കേൽക്കുകയുമായിരുന്നു. അങ്ങനെയൊരു മരണം സാധ്യമല്ല എന്ന് ഉറപ്പായപ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ജിൻസനെ തേടി മരണമെത്തിയില്ല. കൃത്യത്തിന് മുൻപ് ഇയാൾ അർദ്ധരാത്രി സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശത്തിലൂടെയാണ് കൊലപാതകമാണെന്ന സൂചന ലഭിച്ചത്. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവളും കുടുംബശ്രീ പ്രവർത്തനങ്ങളിലടക്കം ചുറുചുറുക്കോടെ നിന്നയാളുമായിരുന്നു മാഞ്ചിറയിൽ ജിൻസന്റെ ഭാര്യ ലിഷ. ലിഷയുടെ ചേതനയേറ്റ ശരീരം വീട്ടിനുള്ളിലെ കിടപ്പുമുറിയിലായിരുന്നു കണ്ടെത്തിയത്. മറ്റൊരു കിടപ്പുമുറിയിൽ ഒന്നും അറിയാതെ 2 മക്കളും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വീടിന് പിന്നിലെ മുറ്റത്ത് പാതി ജീവനോടെ കിടക്കുന്ന ജിൻസനെയുമാണ് ഓടിയെത്തിയ നാട്ടുകാരെല്ലാം കണ്ടത്. ആദ്യമെത്തിയ ബന്ധുക്കളും നാട്ടുകാരും പിന്നാലെ കടബാധിത മൂലം മരിക്കുന്നുവെന്ന കുറിപ്പ് തീൻമേശയിൽ നിന്നും കണ്ടെത്തി. പിന്നാലെ ജിൻസനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ജയിലിലെത്തിയ ജിൻസൺ തടവറയ്ക്കുള്ളിൽ തൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ് പല ദിവസങ്ങളിലും പൊട്ടിക്കരയുകയായിരുന്നു. നിരന്തരം കൗൺസിലിംഗ് നടത്തിയിട്ടും രാത്രി പലപ്പോഴും അദ്ദേഹത്തിന് ഉറക്കമുണ്ടായിരുന്നില്ല. മക്കളെ ഓർത്ത് എത്രയോ രാത്രികളാണ് അദ്ദേഹം ഉറങ്ങാതിരുന്നത്. ഒടുവിൽ തിങ്കളാഴ്ച പുലർച്ചെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ബ്ലേഡ് പോലുള്ള മൂർച്ചയുള്ള ചെറിയ ആയുധം അദ്ദേഹം കയ്യിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. തുടർന്ന് പുലർച്ചയോടെ കഴുത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. ശേഷം സ്വയം പുതപ്പുകൊണ്ട് മൂടിക്കിടന്നു. ഒരു ഞരക്കം പോലും കേൾപ്പിക്കാതെ, സഹതടവുകാരെ ഒന്നും അറിയിക്കാതെ അയാൾ കിടന്നു. പുലർച്ചെ 5:55 തടവുകാരെ പുറത്തുവിടുന്ന സമയത്താണ് ജിൻസൺ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്ന് ജയിൽ അധികൃതർ പറയുന്നു. സെൻട്രൽ ജയിലിലെ പുതിയ ബ്ലോക്കിലാണ് ജിൻസനെ പാർപ്പിച്ചിരുന്നത്. മികച്ച ചിത്രകാരനായിരുന്ന ജിൻസന്റെ ചിത്രപ്രദർശനം നടത്താൻ ഒരുങ്ങവെയാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ മെയ്യിലാണ് ഇയാളെ മാനന്തവാടി സബ് ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത്. ഇതിനു മുമ്പ് 2 തവണ ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുമുണ്ട്. തുടർച്ചയായി കൗൺസിലിംഗ് കൊടുത്തു വരികയായിരുന്നു. ജല അതോറിറ്റിയിലെ പടിഞ്ഞാറത്തറയിലെ പ്ലംബിംഗ് ജീവനക്കാരനായിരുന്നു ജിൻസൺ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.